പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അലർജിയുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ പാരൻസ് അതിനെ പറ്റിയിട്ട് അവെയർ ആയിരുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഒരു ദിവസം ഇപ്പോൾ ഒരു 10 പേര് ഒ പിയിൽ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 4-5 കുട്ടികൾക്ക് അലർജി സിംറ്റംസ് ഉണ്ട്. അത് ചിലവർ അലർജി സിംറ്റംസ് ആയിട്ട് വരുന്നു, ചില പേഷ്യൻസിന് ഈവൻ പാരൻസ് തന്നെ അതിന് ബോധേഡ് അല്ല. ഏകദേശം ഒരു 40-50% ഓഫ് റെഗുലർ ഒ പി പേഷ്യൻസ് നമ്മൾ അലർജി ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ചിലവർക്ക് തന്നെ ഇൻസെക്ട് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ ശ്വാസതടസ്സം വരാം, പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാം. അപ്പോൾ ചെറിയ ചൊറിഞ്ഞ തടിക്കൽ ഇറ്റ്സ് എ നോർമൽ റിയാക്ഷൻ, പക്ഷേ മോർ ദാൻ എക്സ്പെക്റ്റഡ് റിയാക്ഷനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. പൊല്യൂഷൻ ഇപ്പോൾ ഒരു വലിയൊരു ടോപ്പിക്കായിട്ട് വരികയാണ്. പക്ഷെ പൊല്യൂഷൻ കൊണ്ട് അലർജി വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഒരു അലർജി ടെൻഡൻസി ഉള്ളൊരു കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ഈ ഒരു പൊല്യൂഷൻ കൂടുതലുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി സിംറ്റംസ് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുക, ഒരു പാരൻ്റ് അലർജിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 40-50% ചാൻസസ് ഉണ്ട് കുട്ടികൾക്ക് അലർജി ഉണ്ടാവാൻ. 2 പേരും അലർജിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഗോ അപ് ടു 75%. ഹായ് എവ്രി വൺ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷെബ്ന എ ഖാദർ. ഷീ ഈസ് എ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് അലർജി സ്പെഷ്യലിസ്റ്റ് അറ്റ് അലർഗോ കിഡ്സ് പീഡിയാട്രിക് ക്ലിനിക് ഇൻ കാക്കനാട്. വെൽക്കം ഡോക്ടർ. ഇന്ന് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ഇഷ്യൂസാണ് അലർജി എന്ന് പറയുന്നത്. ഇത് എത്രയും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണോ, അതോ അതിലെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അലർജി നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്താണ് അത് ഇത്രയധികം കൂടി വന്നതും അതേപോലെ തന്നെ ആൾക്കാർ അതിനെപ്പറ്റി അവെയറായി തുടങ്ങിയതും. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അലർജിയുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ പാരൻസ് അതിനെ പറ്റിയിട്ട് അവെയർ ആയിരുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഒരു ദിവസം ഇപ്പോൾ ഒരു 10 പേര് ഒ പിയിൽ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 4-5 കുട്ടികൾക്ക് അലർജി സിംറ്റംസ് ഉണ്ട്. അത് ചിലവർ അലർജി സിംറ്റംസ് ആയിട്ട് വരുന്നു, ചില പേഷ്യൻസിന് ഈവൻ പാരൻസ് തന്നെ അതിന് ബോധേഡ് അല്ല. നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോഴായിരിക്കും അലർജി സിംറ്റംസ് അറിയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 40-50% ഓഫ് റെഗുലർ ഒ പി പേഷ്യൻസ് നമ്മൾ അലർജി ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചെറുതിലേ തന്നെ ഈ അലർജി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മോസ്കിറ്റോ ബൈറ്റ് ആണെങ്കിലും ഒരു ഉറുമ്പ് കടിച്ചാലാണെങ്കിലും ഒക്കെ ബോഡിയിലൊരു റെഡ് റാഷസ് ആയിട്ടൊക്കെ വരും. അപ്പം ഇതെന്തെങ്കിലും അലർജിയുടെ ഒരു ഇഷ്യൂസ് ആയിരുന്നോ അത്? ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്യുവർലി അലർജിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോക്കൽ റിയാക്ഷൻസ് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നോർമലായിട്ട് വരുന്ന റിയാക്ഷനിലും കൂടുതൽ വരുമ്പോഴാണ് നമ്മളതിനെ അലർജി എന്ന് പറയുക. ഇപ്പം ചെറുതായിട്ട് തടിച്ച് പൊന്തുക എന്നുള്ളതല്ല, ഫുൾ ബോഡി തടിച്ച് വരിക. ചിലവർക്ക് തന്നെ ഇൻസെക്ട് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ ശ്വാസതടസ്സം വരാം, പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാം. അപ്പോൾ ചെറിയ ചൊറിഞ്ഞ തടിക്കൽ ഇറ്റ്സ് എ നോർമൽ റിയാക്ഷൻ, പക്ഷെ മോർ ദാൻ എക്സ്പെക്റ്റഡ് റിയാക്ഷനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്നീസിങ്, അതേപോലെ തന്നെ റണ്ണിങ് നോസ്, ഇതൊക്കെ ഒരു നോർമൽ കോൾഡാണോ, അത് എന്തെങ്കിലും ഒരു അലർജിയുടെ സൈൻസ് ആയിട്ടാണോ വരുന്നത്? നമ്മളിപ്പോൾ നോർമലായിട്ട് ഒരു സ്കൂൾ ഗോയിങ് കുട്ടിക്ക് എന്തായാലും കമ്മ്യൂണിറ്റി അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തായാലും ഉണ്ടാവും. വേറെ കുട്ടികളായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം 6 തവണ വരെ ഇൻഫെക്ഷൻസ് ഈസ് നോർമൽ ഫോർ എ സ്കൂൾ ഗോയിങ് ചൈൽഡ്. പക്ഷെ അതിലും കൂടുതൽ അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഇൽനെസ്, ഇപ്പോൾ ഒരു ജലദോഷം വന്നു, അത് മാറി നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറി, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് വരുന്ന ഒരു ജലദോഷത്തിന് വലിയ കൺസേൺ ഇല്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ ഒരു ജലദോഷം മാറിക്കഴിഞ്ഞാലും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വന്നുകൊണ്ടിരിക്കുക, ഡെയിലി റുട്ടീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സിംറ്റംസ് വരിക, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് സിംറ്റംസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഒക്കെ ഈ അലർജീൻ്റെ ഇഷ്യൂസിന് അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ?
ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന പോലെ പൊല്യൂഷൻ ഇപ്പോൾ ഒരു വലിയൊരു ടോപ്പിക്കായിട്ട് വരികയാണ്. പക്ഷെ പൊല്യൂഷൻ കൊണ്ട് അലർജി വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ അലർജി ഓൾറെഡി ഇപ്പോൾ ഒരു അലർജി ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ഈ ഒരു പൊല്യൂഷൻ കൂടുതലുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി സിംറ്റംസ് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് അതൊരു ഇറിറ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ സിംറ്റംസ് കൂട്ടാനുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് പോളൻ പൂമ്പൊടികളും ഇതൊക്കെ ചിലപ്പോൾ ചില പൊല്യൂഷനിൽ അത് കൂടുതൽ അലർജനിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പൊല്യൂഷൻ ഇസ് നോട്ട് എ ഡയറക്റ്റ് ഫാക്ടർ ഫോർ അലർജി, പക്ഷേ ഇറ്റ് ഇസ് എ കോൺട്രിബ്യൂട്ടിങ് ആൻഡ് അഗ്രവേറ്റിംഗ് ഫാക്ടർ ഫോർ അലർജി സിംറ്റം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഒരു അലർജി അല്ലെങ്കിൽ ഒരു എക്സിമ അങ്ങനത്തെയൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരുന്ന ആ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികൾക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണോ? ഇപ്പോൾ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടി ഉണ്ട് അലർജിക്ക്. പക്ഷെ അത് മാത്രമാണ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഇസ് എ ഫെമിലിയൽ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുക ഒരു പാരൻ്റ് അലർജിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 40-50% ചാൻസസ് ഉണ്ട് കുട്ടികൾക്ക് അലർജി ഉണ്ടാവാൻ. രണ്ടുപേരും അലർജിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഗോ അപ് ടു 75%. അപ്പോൾ അത് ഒരു വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ ഫാമിലിയിൽ ഉള്ളത് കൊണ്ട് വന്നു എന്ന് വെച്ചിട്ട് യൂഷ്വലി നമ്മളുടെ സമൂഹത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അലർജിക്കാണ്, അപ്പോൾ കുട്ടിയും അലർജിക്ക് ആയിരിക്കും. അതൊരു ആക്സെപ്റ്റ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയാണ് വരുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലർജി എന്നുള്ളത് ഇനീഷ്യൽ സിംറ്റം ആവണമെന്നില്ല. ഒരു ഏജ് കഴിയുമ്പോൾ ഇറ്റ് മേ പ്രോഗ്രസ്. അപ്പോൾ ആ ഫെമിലിയൽ ടെൻഡൻസി ആണ് എന്ന് കരുതി ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ഫെമിലിയൽ കമ്പോണൻറ്റ് ഇസ് ദർ, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് പ്രോപ്പർലി. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചെറുതിലെ ഈ അലർജി ഇഷ്യൂസ്, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 10th ഒക്കെ വരെ എനിക്ക് ഈ സ്നീസിങ് ആണെങ്കിലും റണ്ണിങ് റോസ്, ഐസ് റെഡ് ആവുക, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെറുതിലേ തന്നെ. പക്ഷെ കുറേ നാൾ അതിനുള്ള മെഡിക്കേഷൻസ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവാണ്. എന്നാലും ഇടയ്ക്ക് അതൊന്ന് ട്രിഗർ ചെയ്ത് വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? നമ്മൾ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഒരു നോർമൽ സാധനത്തിനോട് ആവശ്യമില്ലാണ്ട് റെസ്പോണ്ട് ചെയ്യാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളെ പോലെ ഒരു നോർമൽ ഒരു കാര്യത്തിന് തന്നെ ആവശ്യമില്ലാത്ത ഒരു റെസ്പോൺസാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എസെൻഷ്യലി ഒരു ഏജ് കഴിയുമ്പോൾ മാറും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. യു കാൺ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. പക്ഷേ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഫുഡ് അലർജിയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ അത് കമ്പാരിറ്റീവ്ലി കുറവാണ് പുറത്തത്തേനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഫുഡ് അലർജി ഒക്കെ ഒരു അറൗണ്ട് 5 years ഓഫ് ഏജ് ആകുമ്പോഴത്തേനും ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും കുറയാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കണ്ണ് ചൊറിച്ചിൽ, അതുപോലെ സ്നീസിങ്, അങ്ങനത്തെ സിംറ്റംസ് 2 തരത്തിലും പോവാം. ചിലവർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ അത് കുറയാം. പക്ഷെ ചിലവർക്ക് ഒരു അലർജി മാർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ചിലപ്പോൾ സ്കിൻ ഡ്രൈനെസ് ആവും ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സീമ സിംറ്റംസ് ആവും ഉണ്ടാവുക. ഒരു ഏജ് കഴിയുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചുമ ഉണ്ടാവാം, അല്ലെങ്കിൽ തുമ്മലുണ്ടാവും, ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ കണ്ണ് ചൊറിച്ചിലുണ്ടാവും. പക്ഷെ ചില കുട്ടികൾക്ക് അത് പ്രോഗ്രസ് ചെയ്ത് ഒരു ഏജ് കഴിയുമ്പോൾ അതൊരു ആസ്മയിലോട്ട് പോകും. അതാണ് അലർജി മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏത് കുട്ടിക്കാണ് അത് മാറുക, ഏത് കുട്ടിക്കാണ് അത് കൂടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഒരു 5 years കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ 10 years ആകുമ്പോൾ എൻ്റെ റിലേഷനിൽ ഒരാൾക്ക് മാറിയിട്ടുണ്ട് എന്ന് വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് മേ പ്രോഗ്രസ് ടു എ ഡിഫിക്കൽട്ട് വേർഷൻ ഓഫ് അലർജി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യു മേ ഹാവ് ടു ടേക്ക് കണ്ടിന്യൂസ് മെഡിക്കേഷൻ. അപ്പോൾ ഡിസ്കാർഡ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും എസെൻഷ്യലി അലർജി. ഇതൊരു കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ആവുന്ന ഒരു
ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുഡ് അലർജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ് ആൻഡ് മിൽക്ക് അലർജി യൂഷ്വലി 90% നമുക്ക് ഒരു 5 years ആവുമ്പോൾ തന്നെ മാറും. നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചില അലർജി, ഇപ്പോൾ പ്രോൺസ് അലർജി അല്ലെങ്കിൽ പീനട്ട് അലർജി, അങ്ങനത്തെ ഇതൊക്കെ ചിലപ്പോൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാവുന്ന സാധനങ്ങളാണ്. അതിൽ തന്നെ പീനട്ട് അലർജിക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ചില അലർജിക്ക് മാത്രമാണ് ക്യൂർ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അലർജി എന്ന് പറയുന്നത് ഡസ്റ്റ് മൈറ്റ് ആണ്. എല്ലാവരും പൊടി പ്രശ്നം, അതുപോലെ കാറ്റ് പ്രശ്നം, തണുപ്പ് ആണ് അലർജി ഉണ്ടാക്കണേന്ന് പറയും. പക്ഷെ നമ്മളുടെ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡസ്റ്റ് മൈറ്റ് അലർജിയാണ്. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവിയാണ്, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പൊ നമ്മളുടെ പഴയ തലയണ, പഴയ കിടക്ക, അപ്പോൾ ഇപ്പം നമ്മൾ സെറ്റി തന്നെ പഴയത്, സോഫ്റ്റ് ടോയ്സ്, അങ്ങനത്തെ ഇതിലെല്ലാം ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഫീക്കൽ പെല്ലറ്റ്സിൻ്റെ പൊടിയാണ് നമുക്ക് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ, നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അലർജി ആണ് എന്ന് നമ്മളിപ്പോൾ ടെസ്റ്റുകൾ ചെയ്ത് മനസ്സിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് മൈറ്റ് അലർജിക്ക് ദർ ഈസ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദാറ്റ്. ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, അത് ഇറ്റ് ഈസ് ട്രീറ്റബിൾ. പക്ഷെ ചില അലർജി ടൈപ്പ്, ഇപ്പോൾ കോക്രോച്ച് അലർജി ഉണ്ട്, അതും കോമൺ ആണ്, പക്ഷെ നമ്മൾ അറിയാണ്ട് പോകുന്നതാണ് പലതും. അപ്പോൾ അത് ഒക്കെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് അലർജി. എല്ലാ അലർജിയും പൊടിയാണ് പ്രശ്നം, അല്ലെങ്കിൽ എല്ലാം കോമൺ ഒരു ഇറ്റിയോളജി അല്ല. ഓരോ ആൾക്കാർക്കും ഓരോ കാരണത്തോടായിരിക്കും അലർജി. അപ്പം അത് ഏതാന്നുള്ളത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ട്രീറ്റ് ഇറ്റ്. ചിലത് ഇറ്റ് ലാസ്റ്റ് ഫോർ ലൈഫ് ലോങ്. പക്ഷെ വാട്ട് യു ക്യാൻ ഡു ഇസ് നമുക്ക് അതിൻ്റെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രിഗറിങ് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് ഇറ്റ് ഇസ് ഈസി ടു അവോയ്ഡ്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു. മാം പറഞ്ഞല്ലോ കോക്രോച്ച് അലർജി എന്ന് പറയുമ്പോൾ, അപ്പോൾ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സിംറ്റംസ് ഓർ എങ്ങനെയായിരിക്കും വരുന്നത്? കോക്രോച്ച് അലർജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നേസൽ സിംറ്റം, ഇപ്പോൾ തുമ്മൽ കൂടുതൽ, അതുപോലെ കണ്ണിൻ്റെ ഇറിറ്റേഷൻ, അതേപോലെ വേഴ്സ് കേസസിൽ ചിലപ്പോൾ അത് ഒരു ആസ്മ രീതിയിലും വരാറുണ്ട്. പക്ഷെ അതും ഇപ്പം നമ്മളുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ഇതാണ് കോക്രോച്ച് അല്ലേ. അപ്പോൾ ഒരു കോക്രോച്ചിനെ പുറത്ത് കണ്ടാൽ പോലും ആയിരക്കണക്കിന് കോക്രോച്ച് ഡ്രെയിനേജ് സിസ്റ്റത്തിലുണ്ടാവും. അപ്പം അത് പലപ്പോഴും നമ്മൾ ഇറ്റ് ഗോസ് അൺറെക്കഗ്നൈസ്ഡ്. പക്ഷെ അതിൻ്റെ അലർജി നമുക്ക് അത്രയ്ക്ക് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഫൈൻഡിങ് ഔട്ട് ദ ട്രിഗർ ആൻഡ് അവോയ്ഡ് ദ ട്രിഗർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ കോക്രോച്ച് അലർജിക്ക് മെയിനായിട്ട് അതാണ്, യു നീഡ് ടു അവോയ്ഡ് ദ ട്രിഗർ. ദർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ് ആസ് സച്ച് ഫോർ ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അലർജി ടെസ്റ്റസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കിൻ പ്രിക്കിംഗ് ടെസ്റ്റ്, അതേപോലെ അങ്ങനെ ഏതൊക്കെ തരത്തിൽ ടെസ്റ്റ് വഴിയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്മൾ അലർജി ടെസ്റ്റ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ കാണും, ആദ്യത്തെ ഒരു പേജ് ഫുൾ അലർജി പാനൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ദേ വിൽ ബി റൈറ്റിംഗ് സോ മെനി ടെസ്റ്റ്, ലൈക്ക് ഓരോ ഫുഡ് പാർട്ടിക്കിൾസിനുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് പാനൽ ടെസ്റ്റിംഗ്. അത് പലരും പോയി ചെയ്യാറുണ്ട്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു അച്ഛൻ ഒരു റിപ്പോർട്ടായിട്ട് വന്ന്, അത് തന്നെ പോയി ചെയ്തതാണ്, റിപ്പോർട്ടായിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇനി ഞാൻ എൻ്റെ കുട്ടിക്ക് എന്താ കൊടുക്കുക? എല്ലാം പോസിറ്റീവാണ്. ഈവൻ യൂഷ്വലി കഴിക്കാറുള്ള ചോറിൻ്റെ വരെ എനിക്ക് പോസിറ്റീവാണ്. അപ്പം അത് ഏത് ഫുഡ് എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റുകൾ എല്ലാവർക്കും എല്ലാ ടെസ്റ്റുകളും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അലർജി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയിലും അതേപോലെ പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 90% ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. അത് ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ കണ്ട് ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ട്, ചിലപ്പോൾ ഇറ്റ് ടേക്സ് അറൗണ്ട് 30 to 45 minutes ടു ടേക്ക് എ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി.
അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഫറൻസ് ആണ് അലർജി. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമോ അല്ലെങ്കിൽ കൺഫേം ചെയ്യുക, ഇപ്പോൾ ഇതേപോലെ ട്രിഗറിങ് എന്തെങ്കിലും കൺഫേം ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകൾ 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒന്ന് സ്കിൻ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് തന്നെ ഇപ്പം പാനൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വേഗ് ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അതിൽ ഫോൾസ് പോസിറ്റീവ്സ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കെല്ലാം പോസിറ്റീവായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം ഞാനതെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നല്ല. എൻ്റെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ പാനൽ ടെസ്റ്റിംഗ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറില്ല അൺലെസ് നമുക്ക് സ്കിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചില ടൈപ്പ് ബ്ലഡ് ടെസ്റ്റുകൾ, അത് തന്നെ ഈ പാനൽ മാത്രമല്ല വേറെ CRD എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റുകളുണ്ട്. അത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവായിട്ട് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ നേരെ അലർജി ആണ് എനിക്ക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി ലാബിൽ പോയി അലർജി പാനൽ ടെസ്റ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് മോർ ഹാം ടു യു ദാൻ ബെനിഫിറ്റ്സ്. സ്കിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓരോ നമ്മളിപ്പോൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ലോകത്തിലത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് യു കാൻ ടെസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആ ക്ലിനിക്കൽ ഫൈൻഡിങ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു സസ്പീഷ്യസ് ആയിട്ട് ഏതാവാം എന്ന് നമ്മളൊരു ക്ലിനിക്കൽ അസസ്മെൻറ്റ് നോക്കിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റുള്ള നമ്മളൊരു ഡ്രോപ്പായിട്ട് യൂഷ്വലി ഫോറാം ആ ഭാഗത്താണ് ചെയ്യുക. ഡ്രോപ്പായിട്ട് അവിടെ വെച്ച് യു വിൽ ജസ്റ്റ് പ്രിക്ക് ദാറ്റ് ഏരിയ. പ്രിക്കിംഗ് അല്ല ശരിക്കും, ഇറ്റ്സ് ലൈക്ക് ടച്ചിങ് ഓർ സ്ക്രാച്ചിങ്. ബ്ലഡ് വരില്ല, പെയിൻഫുൾ അല്ല. നമ്മൾ ഈവൻ കുഞ്ഞു കുട്ടികൾക്ക് 2.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വരെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് നെയിംഡ് ആസ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്. അത് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാക്കും ആ ഒരു പേര് കേൾക്കുമ്പോൾ. പക്ഷേ ഇറ്റ്സ് എ സ്മോൾ ടെസ്റ്റ്. അത് പക്ഷേ ഇറ്റ് ഹാസ് ടു ബി കോറിലേറ്റഡ് ക്ലിനിക്കലി, അല്ലാണ്ട് ഡയറക്റ്റ്ലി പോയി എല്ലാം ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ യു ക്യാൻ ഡയഗ്നോസ്. പിന്നെ നമ്മളിങ്ങനെ അലർജിയുടെ മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊരു ലൈഫ് ലോങ് നമ്മൾ എടുക്കേണ്ടതായിരിക്കും, അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇതിങ്ങനെ ലൈഫ് ലോങ് നമ്മൾ ആ ഒരു മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അലർജി മെഡിക്കേഷൻ നമ്മളിപ്പോൾ ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു കുഞ്ഞു കുട്ടിയാണ്, കുട്ടീനെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തു, അലർജി ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തു. ഇനീഷ്യൽ ഫേസ് ഓഫ് സിംറ്റം ആണ്. ഇനീഷ്യൽ ഫേസ് ഓഫ് സിംറ്റത്തിൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് എ പ്രൊലോങ് ട്രീറ്റ്മെൻറ്റ്. കുറേ നാൾ എടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളൊരു ഷോർട്ട് കോഴ്സായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് ടേപ്പർ ചെയ്ത് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ, അപ്പം ബേസിക്കലി നമ്മളുടെ അലർജി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഫൈൻഡിങ് ഔട്ട് ദ ട്രിഗർ ആൻഡ് അവോയ്ഡിങ് ദ ട്രിഗർ. അപ്പോൾ ആ അവോയ്ഡൻസ് ഓഫ് ട്രിഗറിങ് ഫാക്ടർ എന്നുള്ളതാണ് നമ്മളുടെ അലർജി ട്രീറ്റ്മെൻറ്റിലത്തെ മെജോറിറ്റിയും വരുന്നത്. ബാക്കി ഒരു പെർസെൻറ്റേജ് മാത്രമാണ് മരുന്നായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ മരുന്നായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുക്കുകയാണ്. ഒരു കുട്ടിക്ക് കൊടുക്കുന്നതും വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വലിയ ആളാവുമ്പോൾ ഓൾറെഡി സിംറ്റംസ് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോയി, ഓൾറെഡി ബോഡിയിൽ അത് ചേഞ്ചസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ റീമോഡലിംഗ് എന്ന് പറയും, നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു റീമോഡലിംഗ് ഫേസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു മേ ഹാവ് ടു ടേക്ക് ലോങ് ടേം മെഡിക്കേഷൻ, കാരണം തിരിച്ചു വരുത്താൻ അത് പാടാം. പക്ഷേ കുട്ടികളുടെ ഒരു ഫേസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് യു ആർ ഏബിൾ ടു ടേപ്പർ ഡൗൺ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റോപ്പ്. പിന്നെ ഇതെല്ലാം ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെൻറ്റാണ്, ഒരാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പോലെയല്ല വേറെ ആൾക്കുള്ളത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ഇൽനെസ് ആൻഡ് ഹൗ സിവിയർ ദ ഇൽനെസ് ഈസ്. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഡെസ്മൈറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഡെസ്മൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോ ഫോർ ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ മരുന്നുകൾ കുറേ നാളെടുക്കേണ്ടി വരുമോ എന്നുള്ളത്. ഇത് മരുന്നല്ല, ഇത് ഡെസ്മൈറ്റിൻ്റെ തന്നെ കണ്ടൻ്റാണ്. അപ്പോൾ യു ആർ നോട്ട് ഗിവിങ് എനി മെഡിസിൻ ബൈ ഇമ്മ്യൂണോതെറാപ്പി. അതൊരു പ്രശ്നമുള്ളൊരു സാധനമല്ല. ഇതേ നമുക്ക് എന്ത് സാധനമാണോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അതേ കണ്ടൻറ്റിൻ്റെ തന്നെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ വാട്ട്
വാട്ട് യു ആർ ഡൂയിങ് ഇസ് യു ആർ ഗിവിങ് ലൈക്ക് 2 ടൈപ്പിൽ ചെയ്യും. ഒന്നെങ്കിൽ ഇൻക്രീസിങ് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് യു മെയിൻറ്റെയിൻ ദാറ്റ് ഫോർ സം ലോങ്ങർ ഡ്യൂറേഷൻ. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ യു ഗിവ് ദ കോൺസ്റ്റൻറ്റ് ഒരേ കോൺസെൻട്രേഷൻ തന്നെ ഫോർ എ ലോങ് ഡ്യൂറേഷൻ. അത് ഏകദേശം ഒരു 3 years മിനിമം എടുക്കേണ്ടി വരും. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് മെഡിസിൻ ദാറ്റ് യു ആർ ഗിവിങ്. അത് ഇതേ സാധനം തന്നെ ഡസ്റ്റ് മൈറ്റിൻ്റെ കണ്ടൻറ്റ് തന്നെ കൊടുത്തിട്ട് നമ്മളുടെ ബോഡീനെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ബോഡീനെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രശ്നമുള്ള സാധനം അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ അളവിൽ എത്തി വരുമ്പോൾ ബോഡി ഫീൽസ് ലൈക്ക് ഇറ്റ് ഇസ് എ നോർമൽ തിങ് റാദർ ദാൻ സംതിങ് ടു റിയാക്ട് ടു. അപ്പോൾ പെട്ടെന്നുള്ള പ്രതികരണം വരില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇപ്പോൾ ഡസ്റ്റ് മൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പോളൻ, ഇപ്പോൾ നമ്മളുടെ ഇത് പൂമ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പോഷർ വരികയാണ് ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മേ റെസ്പോണ്ട്. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവോയ്ഡിങ് ട്രിഗേഴ്സ് ഇൻ കേസ് ഓഫ് അലർജി. അതുപോലെ തന്നെ ഇപ്പോൾ സ്കിന്നിൽ ഉണ്ടാവുന്ന അലർജീസിന് നമ്മൾ ഫോട്ടോ തെറാപ്പി കൊടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? സ്കിൻ അലർജി ഫോട്ടോ തെറാപ്പിയിൽ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് സർട്ടൺ ടൈപ്സ് ഓഫ് ഇതാണ്. ഇപ്പോൾ ചില ടൈപ്പ് ഏർട്ടിക്കേരിയ അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾക്ക് ഫോട്ടോ തെറാപ്പി അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ പ്രൈമറി മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. സ്കിൻ അലർജി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സീമ എന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് തടിച്ച് പൊന്തുന്ന, നേരത്തെ എന്നോട് പറഞ്ഞില്ല ഇൻസെക്ട് അത്. അപ്പോൾ നമ്മൾ തടിച്ച് പൊന്തുന്നത് ചിലപ്പോൾ ഇറ്റ് മേ എക്സ്റ്റെൻഡ് ഹോൾ ബോഡി. അപ്പോൾ തടിച്ച് പൊന്തി വരുന്നതിൻ്റെ പേരാണ് ഏർട്ടിക്കേരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ എക്സീമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു വാവകൾ തൊട്ടുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇസ് മോയ്സ്ചറൈസിങ് ദ സ്കിൻ. അതാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അതിൽ മാറിയില്ല, അതിൽ കൺട്രോൾ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മേ ഹാവ് ടു ഗോ ഫോർ അതർ മെഡിസിൻ. പക്ഷേ ഏർട്ടിക്കേരിയയിൽ തന്നെ ചില ടൈപ്പ് ഏർട്ടിക്കേരിയ ഈസ് ട്രീറ്റബിൾ ബൈ ഫോട്ടോതെറാപ്പി. പക്ഷേ മെയിൻ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അതല്ല. മെയിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആൻറ്റിഹിസ്റ്റമിൻ, ഇപ്പോൾ സിട്രിസിൻ പോലത്തെ മരുന്നുകൾ കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യുക. പക്ഷെ അപ്പോഴും യു നീഡ് ടു ലുക്ക് ഫോർ ദ കോസ്. എന്താണ് എനിക്ക് പറ്റാണ്ടിരുന്നത് എന്നുള്ള തിരിച്ചറിവും അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതുമാണ് ദ മെയിൻ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന റെഡ് റാഷസ്, ഇച്ചിങ്, അപ്പോൾ ഇതൊക്കെ കാരണം കുട്ടികൾ ചില ബിഹേവിയർ ഇഷ്യൂസൊക്കെ മേ ബി അവർ എക്സിബിറ്റ് ചെയ്തു വന്നിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉണ്ടാവുന്ന റാഷസിനോ ആ ഒരു ഇച്ചിങ്ങിനൊക്കെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും? നമ്മൾ റാഷസ് വന്നാലും അതേപോലെ തന്നെ ഈ സ്നീസിങ്, അതുപോലെ നെയ്സലിച്ചി, മൂക്ക് ചൊറിഞ്ഞ് കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനത്തതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഈവൺ നൈറ്റിൽ യൂഷ്വലി അലർജി സിംറ്റംസ് നമ്മൾ കാണുക ഒരു ലേറ്റ് ഈവനിങ് ടു ഏർലി മോർണിംഗ് ആണ്. ബാക്കി സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. വീട്ടിലെത്തി വൈകുന്നേരം കഴിഞ്ഞ് ആ ഒരു രാത്രി പുലർച്ചെ സമയത്താണ് ഈവൻ ആസ്മ ട്രിഗർ ചെയ്യുന്നതൊക്കെ ആ ടൈമിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് ഇരുന്ന് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഹൗ വിൽ യു ഫീൽ? ദാറ്റ്സ് ദ സെയിം തിങ് ദാറ്റ് ദ ചൈൽഡ് ഈസ് ഫീലിംഗ് എവറി ഡേ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് രാവിലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴുള്ള ആ ഒരു ഇറിറ്റബിലിറ്റിയും ആ ഒരു മന്ദത പോലത്തെ ഒരു ഫീലിങ്ങും ആണ് കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ യൂഷ്വലി കുട്ടികളെ 2 ടൈപ്പിൽ പ്രസൻറ്റ് ചെയ്യും. ഒന്ന് ചിലപ്പോൾ ഡള്ളായിട്ടിരിക്കും. ചില കുട്ടികൾ ദേ മേ ഗോ ഫോർ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ADHD പോലത്തെ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുക. ദാറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അതേപോലെ ഇപ്പോൾ കുറച്ചും കൂടി അറിവായ കുട്ടികൾക്ക് ദേ നോ ദാറ്റ് ദേ ആർ ഹാവിങ് സം ഇൽനെസ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേ നീഡ് എ സൈക്കോളജിക്കൽ സപ്പോർട്ട്. അവർക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് കുട്ടിയോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഇത്രയേ ഉള്ളോ, ഇന്ന കാര്യമാണ് മോനെ പറ്റാത്തത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി ദിസ് ഈസ് എ ട്രീറ്റബിൾ കണ്ടീഷൻ എന്നുള്ള ഒരു റീഅഷ്വറൻസ് ആ കുട്ടിക്ക് കൊടുക്കുകയും കൊണ്ടും ചെയ്യുക. അപ്പോൾ ദർ ഇസ് ആസ് സിമിലർ ടു എവ്രി ഇൽനെസ്, ഇതിനും
ഒരു വലിയൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. അത് കുട്ടിക്ക് മാത്രമല്ല, ഈവൻ ഫോർ ദ പാരൻസ്, ഫോർ ദ ഹോൾ ഫാമിലി ദ ഇൽനെസ് വിൽ ബി എഫക്റ്റിംഗ് ദം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജലദോഷം പോലെയല്ല, ദിസ് ഇസ് എ ലോങ് പ്രോസസ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ദാറ്റ് റീഅഷ്വറൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമിൽ നമ്മൾ മെഡിക്കേഷൻസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഒരു ചൂടിലേക്ക് വരുന്ന ക്ലൈമറ്റ്. അപ്പോൾ ഇതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും സ്വെറ്റ് ചെയ്തിട്ടൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ കാണാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ അത് അലർജി ആയിട്ട് എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ഉണ്ടാവാം. അതേപോലെ തന്നെ സ്വെറ്റി ഒരു ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലർജി തന്നെ വേഴ്സൺ ചെയ്യുന്നത്. കാരണം ഡസ്റ്റ് മൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡസ്റ്റ് മൈറ്റ്, ഫംഗസ്, ഈ 2 സാധനങ്ങളാണ് നമുക്ക് മെജോറിറ്റി അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്കിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സ്കിൻ ടെസ്റ്റും ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും ഡസ്റ്റ് മൈറ്റ് പോസിറ്റീവാണ്. അപ്പം ആ ഒരു ഡസ്റ്റ് മൈറ്റിനും ഫംഗസിനും ഏറ്റവും കംഫർട്ടബിൾ ക്ലൈമറ്റാണ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ വെൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹ്യൂമിഡ്, പ്രത്യേകിച്ച് നമ്മൾ ഒരു കോസ്റ്റൽ ഏരിയ ആയത് കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അവോയ്ഡ് ദ ഡസ്റ്റ് മൈറ്റ്. പക്ഷേ ഇറ്റ് ഗെറ്റ്സ് ട്രിഗേർഡ് ഡ്യൂറിങ് ദ ഹ്യൂമിഡ് സിറ്റുവേഷൻ. ഇറ്റ് വിൽ ബി ദെയർ ഓൾ ത്രൂ ഔട്ട് ദ ഇയർ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെ. അതേപോലെ എക്സീമ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ആയി കഴിയുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് വേഴ്സൺ. നമ്മൾ എത്ര മോയ്സ്ചറൈസിങ് തേച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അത് മാറാൻ. അതേപോലെ ഒരു ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റ്, ഇപ്പം മഴ തുടങ്ങുന്ന ഒരു ടൈം, ആ ടൈമായി കഴിയുമ്പോൾ നമുക്ക് ഒരു നെയ്സൽ അലർജി സിംറ്റംസ് ചിലപ്പോൾ ഒരു ട്രിഗറിങ് വരാം, അതിൻ്റെ കൂടെ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ദർ ഈസ് എ റോൾ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പൊല്യൂഷൻ കാരണമാണ്, അതുപോലെ ക്ലൈമറ്റ് കാരണമാണെന്ന് പറഞ്ഞ് യു ട്രൈ ടു അവോയ്ഡ് ദ സിംറ്റം, അത് കാരണം വന്നതാണ്. പക്ഷേ ഓൾ ദീസ് തിങ്സ് ആർ നോട്ട് മോഡിഫയബിൾ ബൈ യു. നിങ്ങൾക്ക് അതൊന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്ലൈമറ്റ് മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് പൊല്യൂഷൻ ഒരു പരിധി വരെ മാറ്റാൻ പറ്റില്ല, അല്ലേ? പക്ഷേ വാട്ട് യു ആർ ഡൂയിങ് ഇസ് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന പല കാര്യങ്ങളും, ഈവൻ സോഫ്റ്റ് ടോയ്, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഡസ്റ്റ് മൈറ്റ് ഉള്ളത്. സോ അത് മുന്നിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇറ്റ് ഗെറ്റ്സ് ഡിസ്കാർഡഡ്. അപ്പോൾ ഓൾവേസ് യു നീഡ് ടു ഹാവ് എൻ ഓപ്പൺ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രിഗർ. അപ്പോൾ ദ അതർ തിങ്സ് വിൽ ബി കോൺട്രിബ്യൂട്ടറി. പൊല്യൂഷൻ കോൺട്രിബ്യൂട്ടറി ആണ്, എൻവയോൺമെൻറ്റൽ ചേഞ്ച് കോൺട്രിബ്യൂട്ടറി ആണ്. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് യു നീഡ് ടു look for the other factors which can be modified by you. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പെറ്റ് ആനിമൽസ്, ഡോഗ്സ്, ക്യാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാരണം എന്തെങ്കിലും കുട്ടികൾക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ടോ? പെറ്റ് അലർജി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അത് ചിലവർക്ക് മാത്രമുള്ള അലർജിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു പെറ്റ് കോണ്ടാക്റ്റ് വന്നു, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പെറ്റിനെ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് സിംറ്റം ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ബി സസ്പീഷ്യസ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു പെറ്റാണ്, കുറേ നാളായിട്ടുള്ളതാണ്, എന്നിട്ട് എനിക്ക് സിംറ്റം ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ വേറൊരു വീട് വിസിറ്റ് ചെയ്തു, അവിടെ പെറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് സിംറ്റം ഡെവലപ്പ് ചെയ്തു. ഇൻ ദാറ്റ് കേസ് യു നീഡ് ടു ബി സസ്പീഷ്യസ്. അപ്പോൾ എല്ലാവർക്കും ജനറലായിട്ട് ഉണ്ടാവുന്ന ഒരു ഇതല്ല പെറ്റ് അലർജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പൂച്ച, അതുപോലെ ഡോഗ് എന്ന് പറയുമ്പോൾ പൂച്ച അലർജി ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനേജ്. കാരണം ഭയങ്കര സ്റ്റിക്കി ഡാൻഡറാണ് അതിൻ്റെ രോമങ്ങൾ. അപ്പോൾ ശരിക്കും പറയുക, ഒരു പൂച്ചേനെ മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അലർജി ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 3 തൊട്ട് 6 മാസം വരെ ആ ഒരു പെറ്റ് ഡാൻഡർ നമ്മുടെ വീട്ടിലുണ്ടാവും എന്നാ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിംറ്റം കുറയുന്നത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോഗിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് ഡോഗിനും ഓരോ ആൾക്കാർക്കാണ് അലർജി ഉണ്ടാവുള്ളൂ. പെറ്റ്സ്, ചില സ്പീഷീസിലുള്ള പെറ്റ്സ് മാത്രമായിരിക്കും ചിലവർക്ക് അലർജിക് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്പീഷീസിന് ഉള്ളത് കൊണ്ട് വേറെ ഡോഗ് അലർജിക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ഉള്ളതാണ് പെറ്റ് അലർജി. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പുതിയ ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമ്മളുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്നത് ഒരു
ഓവർ പാരൻറ്റിങ് എന്നുള്ളൊരു ഇതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഫുഡ് അവോയ്ഡ് ചെയ്യുക, ആ ഒരു രീതിയാണ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫുഡ് ഇൻട്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ലോ പേസിലാണ് നമ്മളുടെ നാട്ടിൽ ഫോളോ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടികൾ അത് ടോളറേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കാണാറുണ്ട്. അലർജി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇൻ്റർനാഷണൽ റെക്കമെൻഡേഷൻ ഇപ്പോൾ പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ലേറ്റ് ആവും തോറും ആ അലർജിക് ടെൻഡൻസി ചാൻസ് കൂടാൻ ഇതുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ തുടങ്ങുന്ന രീതിയിൽ തന്നെ ഇറ്റ് ഡസൻ മീൻ ലൈക്ക് എല്ലാം കൂടി ആദ്യം തുടങ്ങുക എന്നുള്ളതല്ല. പക്ഷേ യൂഷ്വലി നമ്മൾ നാട്ടിൽ ചെയ്തു വരുന്നതിലും കൂടുതലായിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു നമ്മൾ യൂഷ്വലി ഇപ്പോൾ പറയാറ് ഒരു 6 months അല്ലെങ്കിൽ ഒരു 5 months നമ്മൾ തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ എത്രയും വേഗം കുട്ടീനെ നോർമൽ ഒരു ഡയറ്റിലോട്ട് ഒരു 9 months ആകുമ്പോഴത്തേനും നോർമൽ ഡയറ്റിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫുഡ് ഇൻട്രൊഡക്ഷൻ. അതിൽ നമ്മൾ നോട്ട് ചെയ്യാനുള്ള കാര്യം, ഏതൊരു ഫുഡ് നമ്മൾ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്താലും യു നീഡ് ടു വാച്ച് ഫോർ എനി അലർജി. അപ്പോൾ നമ്മളിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് പുതിയ സിംറ്റം എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ റാഷ് ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു സസ്പീഷ്യസ് ഇതാവുന്നുള്ളൂ. ഇപ്പോൾ പൊതുവേ നമ്മളുടെ നാട്ടിൽ അലർജിക് ടെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പാൽ കൊടുക്കരുത്, മുട്ട കൊടുക്കരുത്, തൈര് കൊടുക്കരുത്, ഫ്രൂട്ട്സ് കൊടുക്കരുത്, വെജിറ്റബിൾ കൊടുക്കരുത്, ഇങ്ങനെ കുറേ കാര്യം, ഈവൻ കഞ്ഞിവെള്ളം വരെ കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ പിന്നെ കൊടുക്കാനൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയുക. ഇപ്പോൾ പാല്, മുട്ട എന്നൊക്കെ പറഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നമ്മൾ യൂഷ്വലി എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ ഓട്ടോമാറ്റിക്കലി കുറയും. ന്യൂട്രീഷൻ കുറയുമ്പോൾ അത് ഇൻ ടേൺ ഇറ്റ് വിൽ ലീഡ് ടു അതർ ഇൽനെസ്സസ്. അപ്പോൾ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഒരു ആൾക്ക് മുട്ടയ്ക്ക് അലർജി ഉള്ളത് കൊണ്ട് ഞാൻ മുട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ ഐ നീഡ് ടു അവോയ്ഡ് ഇഫ് ഐ ആം അലർജിക്. അപ്പോൾ അത് കൊടുത്തു നോക്കിയാൽ മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ പാരൻസിനോട് നമ്മൾ ജനറലായിട്ട് പാല് കൊടുക്കരുത്, മുട്ട കൊടുക്കരുത് അങ്ങനെ പറയാറില്ല. നിങ്ങൾ കൊടുത്തു നോക്കുക. കൊടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പീരീഡിൻ്റെ ഉള്ളിൽ സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിഡ്രോ ദാറ്റ്. അപ്പോൾ അതും ഒരു തവണയല്ല, ഇപ്പോൾ ഏകദേശം ഒരു 3 തവണയെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു കോറിലേഷൻ തോന്നുകയാണെങ്കിൽ മാത്രമാണ് യു ക്യാൻ ലേബൽ ഇറ്റ് ആസ് അലർജി. എന്നിട്ട് യു ക്യാൻ ഷോ ദ ഡോക്ടർ ആൻഡ് കൺഫേം ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർ അലർജി ഓർ നോട്ട്. അപ്പോൾ ഫുഡ് അലർജി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു വെയ്ഗ് ടെർമിനോളജിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന അത് പേടിച്ചിട്ട് ഫുഡ് ഇൻട്രൊഡക്ഷനും അതേപോലെ ഫുഡ് കൊടുക്കുന്നതും ഭയങ്കരമായിട്ട് കുറഞ്ഞു വരിക. ദാറ്റ് ഈസ് എഫക്റ്റിംഗ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ചൈൽഡ്. പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് എത്ര നേരം ഇപ്പോൾ ഓരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് എപ്പോഴായിരിക്കും അതിൻ്റെ ഒരു സിംറ്റംസ് വരുന്നത്? യൂഷ്വലി നമ്മൾ ഒരു നല്ല സിവിയർ റിയാക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 20 minutes തന്നെ നമുക്ക് സിംറ്റംസ് വരും, നല്ല സിവിയർ റിയാക്ഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ ഒരു അറൗണ്ട് 2 hours പറയും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സിംറ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് തന്നെ പറയും, നിങ്ങളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ ഈവൻ ഇത് ഫുഡിൻ്റെ മാത്രമല്ല, എന്ത് ട്രിഗറിങ് ഫാക്ടർ ആയാലും ആ ഒരു വിത്തിൻ 20 minutes എന്താ ഉണ്ടായേ, അത് കിട്ടിയില്ലെങ്കിൽ ഒരു 2 hours ഉള്ളിൽ എന്താ ഉണ്ടായെന്ന് ആലോചിക്കുക. അതും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ലോങ് ഡ്യൂറേഷൻ, ഇപ്പോൾ 6 hours അല്ലെങ്കിൽ 24 hours ആ രീതിയിൽ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഒരു 2 ദിവസം മുമ്പ് കഴിച്ചൊരു ഫുഡിനാണ് എനിക്കിപ്പോൾ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. അപ്പോൾ ആ ഒരു ടെമ്പറൽ കോറിലേഷൻ എന്ന് പറയും, നമുക്ക് അത് കൊടുത്ത് കഴിഞ്ഞുള്ള സിംറ്റത്തിന് മാത്രമാണ് അതിനോട് റിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും സോപ്പും ഡിറ്റർജൻസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഇപ്പോൾ പാരൻസ് ഒക്കെ യൂസ് ചെയ്തോണം. അപ്പോൾ ഇതൊക്കെ അതോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡിറ്റർജൻസ് ആൻഡ് സോപ്പാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ നമ്മൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ സോപ്പ് എന്നുള്ള ഒന്നും യൂസ് ചെയ്യരുത് എന്നാണ്. സിൻഡഡ് ബാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ pH അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ബാർ
ആണ്. അപ്പോൾ അത് തന്നെ നമ്മളുടെ ഇവിടെ സോപ്പ് എന്നുള്ള പേരിലാണ് അത് മാർക്കറ്റിലുള്ളത്. പക്ഷേ പല കമ്പനീസും അതിൽ ദേ വുഡ് ഹാവ് മെൻഷൻഡ് pH 5.5 എന്നുള്ള ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ സ്കിൻ ഫ്രണ്ട്ലി പ്രിപ്പറേഷൻ. പക്ഷേ അതിന് മണം കുറവായിരിക്കും, അതേപോലെ പതയൽ കുറവായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുള്ള ഒരു സോപ്പ് അല്ല അത്. നമ്മൾക്ക് ഒരു ആ സ്മെല്ലും ഒരു ഇതും ഫോമും ഒക്കെ വരുന്ന സോപ്പ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സ്കിൻ ഫ്രണ്ട്ലി. ആൻഡ് ദ വേ ഇൻ വിച്ച് യു അപ്ലൈ, പൊതുവെ പതപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ളൊരു രീതി ഇറ്റ് വിൽ കോസ് മോർ ഹാം ടു ദ സ്കിൻ. അപ്പോൾ അത് ടൈപ്പ് ഓഫ് ഗിവിങ് ബാത്ത് എന്നുള്ള, ഹൗ യു ആർ ഗിവിങ് ബാത്ത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യണതും ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ ഒരു എക്സീമ പ്രോൺ സ്കിന്നാണ്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു അലർജി ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓൾവേസ് പ്രിഫർ സിൻഡേറ്റ് ബാർ. അതേപോലെ തന്നെ വി വിൽ അഡ്വൈസ് ദം ടു മോയ്സ്ചറൈസ് റെഗുലർലി. ഒരു സ്കിൻ ഡ്രൈ ആയി ഇരിക്കാണ്ട് അത് ഒരു പരിധി വരെ സ്കിൻ അലർജീസും കുറയ്ക്കും. കാരണം ഇറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ ടു ദ സ്കിൻ. അപ്പോൾ അത് പലപ്പോഴും ബ്യൂട്ടി പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതിന് പകരം സ്കിൻ ഫ്രണ്ട്ലി പ്രിപ്പറേഷൻസ് പ്രിഫർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്നതാണ്, ഇപ്പോൾ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റോ അങ്ങനെയൊക്കെ വരുമ്പോൾ മഞ്ഞപ്പൊടി തേക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന പാരൻസ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ പോയി മഞ്ഞപ്പൊടി തേക്കുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും അത് നല്ലതാണോ, അത് മാറ്റുന്നതാണോ? ശരിക്കും ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈവൺ മഞ്ഞളും ഇറിറ്റൻ്റാണ്. ദാറ്റ് ഈസ് ആക്ച്വലി എ സ്പൈസ് അല്ലേ? അപ്പോൾ ആ സ്പൈസ് നല്ലതാണ്, ഇറ്റ്സ് നോട്ട് എ ഹാംഫുൾ തിങ്. പക്ഷെ എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കിയിട്ട് വേണം ഇത് ചെയ്യണേന് കുഴപ്പമില്ല. പക്ഷെ ഏതായാലും അധികമായാൽ അമൃതം വിഷമാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് കോസിങ് മോർ ഹാം, ബെറ്റർ ടു അവോയ്ഡ് ദാറ്റ്. ശരിക്കും നമ്മൾ പറയുക, ചെറിയ ഇറിറ്റേഷൻ, ഇപ്പോൾ ചൊറിഞ്ഞതടിക്കിയതൊക്കെ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ദാറ്റ് ഏരിയ പ്രോപ്പർലി. ഭയങ്കര ചൊറിച്ചിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് അപ്ലിക്കേഷൻ. അപ്പം നമ്മൾ എന്തെങ്കിലും തണുത്ത ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഇച്ചിങ് സെൻസേഷൻ ഒന്ന് കുറയും. പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കലാമിൻ അങ്ങനത്തെ ഇത്, പക്ഷെ അതും ഓവർ യൂസേജ് ഓഫ് കലാമിൻ ഇസ് നോട്ട് ഗുഡ്. കാരണം അത് സ്കിൻ പിന്നെയും ഡ്രൈ ആവുക ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ടെമ്പററി മെഷേഴ്സ്. പക്ഷേ മോയ്സ്ചറൈസിങ് ദ സ്കിൻ ഇസ് ദ ബെസ്റ്റ് തിങ്. ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒന്ന് കോൾഡ് അപ്ലിക്കേഷൻ. ഈവൻ കണ്ണ് ചൊറിച്ചിലാണെങ്കിലും അതാണ് അവർ പറയുന്നത്, കോൾഡ് അപ്ലിക്കേഷൻ. അപ്പോൾ ശരിക്കും ഇതൊരു ഇച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ സൈക്കിൾ. നമ്മൾ ചൊറിഞ്ഞ് തുടങ്ങിയാലാണ് ചൊറിച്ചിൽ കൂടുക. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ചൊറിച്ചിൽ എങ്ങനെയാണോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വേസ് ഫോർ ദാറ്റ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ റെഡ്യൂസ് ദാറ്റ് വിഷ്യസ് സൈക്കിൾ ഓഫ് ഇച്ചിങ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജി ഇഷ്യൂസിനൊക്കെ നല്ല രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ തന്നതിന് ഡോക്ടറിന് താങ്ക് യു. ഡോക്ടർ, താങ്ക് യു.